പാർട്ടി അംഗത്വം ഉപേക്ഷിച്ച് അമ്പലപ്പുഴയിൽ സ്വതന്ത്രനായി മത്സരിക്കാൻ മുൻമന്ത്രി ജി സുധാകരൻ തീരുമാനിച്ചതോടെ പ്രതിരോധത്തിലായി സിപിഎം. പാർട്ടി നേതൃത്വത്തിൽ നിന്നും സൈബർ പോരാളികളിൽ നിന്നുമുള്ള നിരന്തര അവഗണനയ്ക്കും അവഹേളനത്തിനും പാത്രമായതോടെ നിർണായക നീക്കം നടത്തിയ സുധാകരനെ വർഗവഞ്ചകനെന്ന് മുദ്രകുത്തി അമ്പലപ്പുഴ ഏരിയ കമ്മിറ്റി പോസ്റ്റർ പ്രചാരണവുമായി രംഗത്തെത്തി. എന്നാൽ സലാമിന്റെ പേര് കഴിഞ്ഞ തവണ നിർദ്ദേശിച്ചത് സുധാകരനാണെന്ന് സിപിഎം ജില്ലാ സെക്രട്ടറി ആർ നാസർ പറഞ്ഞു. ആലപ്പുഴയിൽ നിന്നും സുധീഷ് ഗോപാൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. മുതിർന്ന CPM നേതാവായിരുന്ന ജി സുധാകരൻ ഇന്നു മുതൽ CPM നേതാവല്ലാതായിരിക്കുകയാണ്. ഇന്ന് അദ്ദേഹത്തിൻ്റെ വസതിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് ജി സുധാകരൻ പാർട്ടി അംഗത്വം എന്നേക്കുമായി ഉപേക്ഷിക്കുന്നു എന്ന കാര്യം വ്യക്തമാക്കിയത്. അതോടൊപ്പം തന്നെയാണ് അമ്പലപ്പുഴ നിയോജക മണ്ഡലത്തിൽ നിന്നും സ്വതന്ത്രനായി മത്സരിക്കുമെന്നും വ്യക്തമാക്കിയത്. ഇതോടെ CPM വലിയ പ്രതിരോധത്തിലായി എന്ന് തന്നെ പറയേണ്ടി വരും. ജി സുധാകരൻ ഇങ്ങനൊരു തീരുമാനമെടുക്കാനുണ്ടായ കാരണങ്ങൾ അത് വർഷങ്ങളായി നേരിട്ടിരുന്ന അവഗണനയും അവഹേളനവും എല്ലാം അക്കമിട്ട് നിരത്തിക്കൊണ്ടായിരുന്നു ജി സുധാകരൻ്റെ ഈ പടിയിറക്കം. അതിൽ എളമരം കരീം അത് എച്ച് സലാമിൻ്റെ കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പ് മത്സരത്തിൽ ജി സുധാകരനെതിരായി പ്രവർത്തിച്ചു എന്ന തരത്തിലുള്ള പരാതിയുടെ അടിസ്ഥാനത്തിൽ എളമരം കരീം സുധാകരനെതിരെ കള്ള റിപ്പോർട്ടുണ്ടാക്കി പാർട്ടിയിൽ നിന്നും പുറത്താക്കാൻ ശ്രമിച്ചു എന്ന അടക്കമുള്ള ഗുരുതര ആരോപണങ്ങളും ഉന്നയിച്ചു. ഇതിന് പിന്നാലെ എച്ച് സലാം മാധ്യമങ്ങളെ കാണുകയും ജി സുധാകരനെതിരായി ജി സുധാകരൻ ഭുവനേന്ദ്രനെ പോലും വഞ്ചിച്ചിരിക്കുന്നു എന്ന തരത്തിൽ പ്രതികരണം നൽകി. എന്നാൽ ഭുവനേന്ദ്രനെ കുറിച്ച് പറയാൻ ഒരു യോഗ്യത ഇത്തരക്കാർക്കില്ല എന്നത് നേരത്തെ തന്നെ സുധാകരൻ പറഞ്ഞു വെച്ചിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഭുവനേന്ദ്രൻ ജി സുധാകരൻ്റെ സഹോദരനാണ്. വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തനത്തിനിടയിൽ KSUവിൻ്റെ അടക്കമുള്ള വിദ്യാർത്ഥികളുടെ അക്രമത്തിൽ കൊല്ലപ്പെട്ടയാളാണ്. എന്നാൽ ആ അക്രമത്തിൽ കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ ഭുവനേന്ദ്രൻ്റെ കൊലപാതക കേസ് നടത്താൻ പോലും പണം പാർട്ടി നൽകിയില്ലെന്നും തൻ്റെ പുരയിടത്തിലെ അഞ്ഞിലി വിറ്റാണ് ആ കേസ് നടത്തേണ്ടി വന്നതെന്നും ജി സുധാകരൻ പറഞ്ഞു. അതോടൊപ്പം തന്നെ ഗൗരവതരമായ ഒരു ആരോപണം ഉന്നയിച്ചത് മർദ്ദനമേറ്റ് കിടന്ന ഭുവനേന്ദ്രനെ തിരിഞ്ഞു നോക്കാതെ മറ്റ് SFI പ്രവർത്തകർ ഓടി രക്ഷപ്പെടുന്ന സാഹചര്യം ഉണ്ടായെന്നും ജി സുധാകരൻ ചൂണ്ടിക്കാട്ടി. ഇതേ സാഹചര്യത്തിൽ എച്ച് സലാമിനെ തോൽപ്പിക്കാൻ വേണ്ടി ജി സുധാകരൻ പ്രവർത്തിച്ചു എന്ന് എച്ച് സലാം മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞ് അരമണിക്കൂറിനുള്ളിലാണ് ജില്ലാ സെക്രട്ടറി ആർ നാസർ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ എച്ച് സലാമിനെ വിജയിപ്പിച്ചത് ജി സുധാകരനായിരുന്നും എച്ച് സലാമിനെ സുധാകരന് പകരം അമ്പലപ്പുഴ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി പേര് നിർദ്ദേശിച്ചത് ജി സുധാകരൻ തന്നെ ആയിരുന്നെന്നുമാണ് ആർ നാസർ വ്യക്തമാക്കിയത്. ഇതേ സാഹചര്യത്തിൽ ജി സുധാകരനെ വർഗവഞ്ചകനെന്ന് ചിത്രീകരിച്ചുകൊണ്ട് വ്യാപകമായി പോസ്റ്റർ പതിപ്പിച്ചുകൊണ്ട് അമ്പലപ്പുഴ ഏരിയ കമ്മിറ്റിയും രംഗത്തെത്തി. എന്നാൽ ഇത് ജില്ലാ കമ്മിറ്റിയുടെ അറിവോടെ അല്ലെന്നാണ് ആർ നാസർ വ്യക്തമാക്കിയത്. ഇതേ സാഹചര്യത്തിൽ INTUC പ്രവർത്തകർ ജി സുധാകരന് മത്സരിക്കാനുള്ള കെട്ടിവെക്കാനുള്ള കാശും ജി സുധാകരൻ്റെ വസതിയിലെത്തി നൽകിയിട്ടുണ്ട്. ഇതേ സാഹചര്യത്തിൽ എല്ലാ ലോക്കൽ കമ്മിറ്റികളിലും ജനറൽ ബോഡി വിളിച്ചുകൊണ്ട് അടിയന്തര ഏരിയ കമ്മിറ്റി യോഗം ആലപ്പുഴ ജില്ലയിലെ എല്ലാ ഏരിയ കമ്മിറ്റികളും കൂടാനുമുള്ള തീരുമാനമാണ് പാർട്ടി എടുത്തിട്ടുള്ളത്.